Hey guys, welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ റിക്കർഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഫാക്ടോറിയലിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അതായത് ഫാക്ടോറിയൽ യൂസിങ് റിക്കർഷൻ അതെങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഈ റിക്കർഷൻ. റിക്കർഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നോർമലി നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അത്ര ഡിഫിക്കൽട്ടി ഒന്നും ഉണ്ടാവില്ല. മെയിനായിട്ടുള്ള അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഉണ്ടാവും. അതായത് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ പ്രോഗ്രാം തുടങ്ങുന്നു, ലാസ്റ്റ് വരെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇതാണ് നോർമൽ ഒരു എക്സിക്യൂഷൻ ഓഫ് പ്രോബ്ലത്തിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു എക്സിക്യൂഷൻ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇനി നമ്മൾ റിക്കർഷനിലേക്ക് വരുന്ന സമയത്ത് മാറുന്ന കാര്യം എന്ന് വെച്ചാൽ റിക്കർഷൻ എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. അതായത് റിക്കർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ അതേ ഫംഗ്ഷനെ ഒരു ഫംഗ്ഷൻ്റെ ബോഡീൻ്റെ ഉള്ളിൽ നിന്ന് അതേ ഫംഗ്ഷനെ മൾട്ടിപ്പിൾ ടൈംസ് വിളിക്കുന്ന ഒരു പ്രോസസ്സാണ് റിക്കർഷൻ. മനസ്സിലായില്ലേ? അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ആ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ അതേ ഫംഗ്ഷനെ അതേ ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് വിളിക്കുന്ന പ്രോസസ്സാണ് ഈ റിക്കർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഇനി ഫാക്ടോറിയലിൻ്റെ ഇപ്പോൾ ചെയ്യാനില്ല. ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5ൻ്റെ ഫാക്ടോറിയൽ ആണെന്ന് വിചാരിക്കും. 5 ഫാക്ടോറിയൽ ആണെങ്കിൽ എന്താ? 5 × 4 × 3 × 2 × 1, അതായത് 5 × 4 × 3 × 2 × 1, അതായത് 120 എന്ന് ആൻസർ വരും. ഇതെങ്ങനെയാണ് വരുന്നത്? അതായത് 5ൻ്റെ ബാക്കിലേക്കുള്ള എല്ലാ നമ്പറും സീക്വൻസ് ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ പ്രോഗ്രാമിംഗ് ലോജിക്കിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് 5 × 4 × 3 × 2 × 1 അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടല്. അതായത് ഇപ്പോൾ 6ൻ്റെ ആണെങ്കിൽ 6 × 5 × 4 × 3 × 1, 7 ആണെങ്കിൽ 7 × 6 × 5 × 4 × 3 × 1. ഓക്കെ, അങ്ങനെയാണ് കിട്ടല്. അപ്പോൾ ഇത് പ്രോഗ്രാമിംഗ് ലോജിക്കിൽ നമുക്ക് ഇതേ സാധനം തന്നെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനില്ല. ഓക്കെ, നമുക്കൊരു നമ്പർ വരും, അത് സ്റ്റോർ ചെയ്തു, ആ നമ്പർ ഒന്ന് മൈനസ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ ഇതേ നമ്പറിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, പിന്നെ അതേ നമ്പർ ഈ നമ്പറിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യുന്നു, ആ നമ്പർ എടുത്തിട്ട് നേരത്തെ കിട്ടിയ സാധനത്തിന് ഒന്നിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ 1 വരെ നമ്മൾ പോകുന്നു. ഓക്കെ, അപ്പം ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ നിന്ന് അതായത് ഈ 5 × 4 × 3 × 2 1 അവസാനം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് മാത്രമേ നമുക്കൊരു റിട്ടേൺ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ലൂപ്പ് കൊടുക്കാം. അതിൻ്റെ ഇപ്പോൾ 5 ആണെങ്കിൽ 5 വരെ ലൂപ്പ് പോവാം, എന്നിട്ട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലൂപ്പ് വെച്ചിട്ടുള്ള ഒരു അപ്രോച്ചാണ്. പക്ഷേ റിക്കർഷൻ വെച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ എന്തായാലും അവിടെ വേണം. ഓക്കെ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം അതിന് നമുക്ക് ആദ്യത്തെ വേണ്ടുന്ന സാധനം എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പം ഞാനൊരു ഇൻഡ് ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ആർഗ്യുമെൻ്റ് ഉണ്ട് n എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ n എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരിക്കും നമുക്ക് എന്ത് വരുന്നത്? അതായത് ഏത് നമ്പറിൻ്റെ ഫാക്ടോറിയൽ ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് ഈ n-ൻ്റെ അടുത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ആ നമ്പർ n-നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? n അതായത് 5 × 4 × 3 × 2 × 1 ആണല്ലോ. അപ്പോൾ 5 × 5 ഒന്ന് മൈനസ് ചെയ്യണം, അതായത് n-ഉം n സ്റ്റാർ n - 1. പക്ഷേ ഈ n - 1 ഇങ്ങനെ ഇൻറ്റു ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ഇൻറ്റു ചെയ്തിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ 5 വന്നാൽ 5 - 4 5 - 1 4, 5 × 4 എന്ന് മാത്രമേ വരും. പക്ഷെ നമുക്ക് ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം, അല്ലേ? ഇതേ പ്രൊസീജിയർ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. അപ്പം ഞാനിവിടെ എന്ത് കൊടുത്തു? ഫാക്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഫാക്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ 5 ഇവിടെ വന്നു എന്ന് വിചാരിക്കുക. n-ൻ്റെ സ്ഥലത്ത് 5 വന്നു. അപ്പോൾ ഇവിടെ 5 വന്നാൽ ഇവിടെയും 5 അപ്പോൾ ഇവിടെ വന്നാൽ 4. ഓക്കെ, 5 × 4 വന്നു. പിന്നെ ഈ 4 ഈ ഫാക്റ്റിൻ്റെ അകത്ത് നമ്മൾ പാസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യും? ഈ 4 ഇവിടെ വരും, ആ 4 ഇവിടെയും വരും, ആ 4 പിന്നെയും നമ്മൾ മൈനസ് ചെയ്യും. ഓക്കെ, 4 മൈനസ് ചെയ്താൽ നമുക്ക് 3 ആവും. അപ്പോൾ അങ്ങനെ പോകും. ഓക്കെ, ഇതൊരു കണ്ടീഷനാണ്, അതായത് ഇങ്ങനെ മൈനസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 5 × 4 × 3 × 2 × 1 ആണല്ലോ വരേണ്ടത്. അപ്പോൾ ഈ 1 എത്തുന്ന സമയത്ത് നമുക്കിവിടെ നിർത്തണം. അപ്പോൾ 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ 0 റിട്ടേൺ ചെയ്തിട്ട് കാര്യമുണ്ടോ? 0 റിട്ടേൺ ചെയ്ത ഏതൊരു മൾട്ടിപ്ലിക്കേഷനിൽ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണല്ലോ.
അപ്പോൾ നമ്മൾ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? അതായത് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊന്നും കിട്ടാൻ പാടില്ല. അതായത് ഇൻറ്റു 1 ചെയ്താൽ മതി. ഇൻറ്റു 1 ചെയ്താലും കണക്കാണെന്നല്ലോ. അതായത് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് if n equal to 1 then we should return 0. ഓക്കെ, n 1 വരുവാണെങ്കിൽ നമ്മൾ 0 റിട്ടേൺ ചെയ്തു. ഈ കണ്ടീഷൻ ബാക്കി എല്ലാ കണ്ടീഷനിലും എന്ത് ചെയ്യണം? n സ്റ്റാർ ഫാക്ടർ ഓഫ് n മൈനസ് 1 ഈ ഒരു കണ്ടീഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിലേക്ക് ഒരു 5 എന്ന് പറഞ്ഞൊരു നമ്പർ വന്നു. ഓക്കെ, 5 വന്നു. 1 ആണോ? അല്ല. 5 ഇവിടെ സ്റ്റോർ ചെയ്തു. 5 ഇൻറ്റു ഫാക്ടർ ഓഫ് 4 പോയി. ഓക്കെ, അപ്പോൾ നമ്മളതിൽ 5 ഇൻറ്റു എന്ന് കിട്ടി. ഈ ഫാക്ടർ ഓഫ് 4ൽ ഈ 4 ഇവിടെ വന്നു. 4 ഇവിടെ നോക്കി 1 ആണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇത് നോക്കി. ഇവിടെ നേരത്തെ നമ്മൾ 5 ഇൻറ്റു എന്ന് സ്റ്റോർ ചെയ്തില്ല. അപ്പോൾ ഇവിടെ തന്നെ എന്ത് സ്റ്റോർ ചെയ്യും? 4 സ്റ്റോർ ചെയ്യും. അതായത് കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം നമുക്ക് എക്സിക്യൂഷനിൽ കിട്ടിയതാണ് 5. ഓക്കെ, 5 പാസ് ചെയ്തു. നമുക്ക് 5 എന്ന് കിട്ടി. 5 ഇവിടെ വന്നു. 5 പാസ് ചെയ്തിട്ട് നമുക്ക് എൽസ് കണ്ടീഷനിൽ ഇവിടെ 5 എന്ന് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി 5 മൈനസ് 4 ഇവിടെ എന്തായി വന്നേ? 4. അപ്പോൾ 4 ഫാക്ടർ ഓഫ് 4 എന്നാണ് നമുക്കിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ 4 കൊടുത്ത സമയത്ത് ഇതേ ഫംഗ്ഷൻ പിന്നെയും നമ്മൾ കോൾ ചെയ്യുന്ന. ഓക്കെ, അപ്പോൾ 4 കോൾ ചെയ്യുമ്പോൾ ഇവിടെ പിന്നെ ഈ സ്ഥാനത്ത് നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് വരും. അപ്പോൾ പിന്നെയും നമ്മൾ എന്ത് ഇവിടെ സ്റ്റോർ ചെയ്യും? 4 എന്ന് സ്റ്റോർ ചെയ്യും. ഓക്കെ, 4 എന്ന് സ്റ്റോർ ചെയ്യും. അടുത്ത നമ്മൾ പിന്നെയും നോക്കുന്ന സമയത്ത് ഇതേ പ്രോസസ്സ് പിന്നെയും റിപ്പീറ്റ് ചെയ്യും. 4 മൈനസ് 1 എത്രയാ? 3. 3 ഇവിടെ വരും. 3 ഇവിടെ സ്റ്റോർ ചെയ്യും. ഓക്കെ, പിന്നെയും നമ്മൾ ഇവിടെ നിന്ന് സ്റ്റോർ ചെയ്യും. 3 സ്റ്റോർ ചെയ്യും. അങ്ങനെ നമ്മൾ 2 സ്റ്റോർ ചെയ്യും. 1 സ്റ്റോർ ചെയ്യും. 1ൻ്റെ കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഇനി ഞാനിവിടെ 1 എന്ന് പാസ് ചെയ്തു. ഇവിടെ 1 എന്ന് വന്നു. 1 തന്നെ സ്റ്റോർ ചെയ്തു. ഇനി 1 മൈനസ് 1 0. ഓക്കെ, 0 പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സോറി, n ഈക്വൽ ടു 0 ആണെങ്കിലാണ് വരേണ്ടത്. ഓക്കെ, n ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ചെയ്യും? റിട്ടേൺ 1. ഓക്കെ, n 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 1 ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, 0 എന്ന് വരുന്ന കണ്ടീഷനിൽ 1 ആണല്ലോ നമുക്ക് വേണ്ടത്. 0 തന്നെ റിട്ടേൺ ചെയ്താൽ നമുക്ക് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നു. ഇതാണ് നമ്മളെ ബ്രേക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 എന്ന് റിട്ടേൺ ചെയ്തു. 1. അപ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 നമുക്ക് കിട്ടും. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇൻറ്റു എഫ് ഈക്വൽ ടു ഒരു നമ്പർ, അതായത് ഫാക്ടർ ഓഫ് 5 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഞാനൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ റിട്ടേണും കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. റിട്ടേൺ ആഡ് ചെയ്തു. ഫാക്ടർ ഓഫ് n മൈനസ് 1 കൊടുത്തു. നമുക്ക് ഡിസൈഡ് ഔട്ട്പുട്ടായ 120 കിട്ടിയിരുന്നു. ഓക്കെ, താങ്ക് യു.